മച്ചാന്മാരെ, നമ്മളിന്ന് ചെറുമീൻ വേട്ടയ്ക്കായിട്ട് എത്തിയിരിക്കുന്നത് പുഴയിലെ നല്ലൊരു ആഴമുള്ളൊരു ഭാഗത്താണ്. അതുപോലെ തന്നെ ഇതൊരു കയം കൂടിയാണ്. ഇവിടെ സൈഡിലായിട്ട് ഇഷ്ടംപോലെ പോച്ചകളൊക്കെ നിൽക്കുന്നുണ്ട്. ഈ പോച്ചകളുടെ അടിയിലാണ് ചെറുമീനുകൾ ഉണ്ടാവുക. നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സമീപത്തായിട്ട് കാസ്റ്റ് ചെയ്ത് റിട്രീവ് ചെയ്താൽ മതി. ഉറപ്പായിട്ട് നമുക്ക് വമ്പൻ ചെറുമീനുകളുടെ അടി കിട്ടും. മച്ചന്മാരെ, നമ്മൾ പുഴയിൽ നിന്ന് ചെറുമീനുകൾ പിടിക്കാൻ ഉപയോഗിക്കുന്ന തായ് ജംഫ്രോകളാണിത്. പുഴയുടെ സൈഡിൽ നമ്മൾ പോച്ചകളൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സമീപത്തായിട്ട് ഇതിട്ട് വലിച്ചാൽ മതി. ഉറപ്പായിട്ടും അതിൻ്റെ അടിയിൽ നിന്ന് ചെറുമീൻ ഇറങ്ങി വന്നിട്ട് ഇതിനെ സ്ട്രൈക്ക് ചെയ്യും. പല കളറുകളിൽ ഇത് നമുക്ക് അവൈലബിൾ ആണ്. ബ്രൈറ്റ് കളറുള്ള ഫ്രോഗുകളാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടാറുള്ളത്. മച്ചന്മാരെ, നമ്മളൊരു കൊമ്പനെ കൊടുക്കാനുള്ള തീവ്ര ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പുഴയുടെ സൈഡിലായിട്ട് കുറേ ചെടികളൊക്കെ വെള്ളത്തിലേക്ക് ചാഞ്ഞ് നിൽക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു വമ്പൻ ചെറുമീൻ പേരെടുത്ത് പോയിരുന്നു. അവൻ എന്തായാലും ആ പുല്ലുകളുടെ അടിയിലുണ്ടാവും. ആ പുല്ലുകളുടെ അടിയിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മുടെ ഫ്രോഗിനെ അവൻ സ്ട്രൈക്ക് ചെയ്തിരിക്കില്ല. പക്ഷേ ഒന്നോ രണ്ടോ എയറിലൊക്കെ അടിക്കാൻ ചാൻസ് കുറവാണ്. മാക്സിമം നമ്മൾ അതേ സ്പോട്ടിൽ തന്നെ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്തായാലും നമുക്ക് സ്ട്രൈക്ക് കിട്ടും അവിടുന്ന്. പക്ഷെ അടിച്ച് കഴിഞ്ഞാൽ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ പൊടി പോലും കിട്ടത്തില്ല. കുറേ നേരത്തേക്ക് അവൻ ഈ പ്രദേശത്തു നിന്ന് തന്നെ പോയി കളയും. പിന്നെ വന്ന് ആ സ്പോട്ടിൽ തന്നെ വന്ന് സെറ്റാവാനായിട്ട് കുറേ സമയം എടുക്കും. അതുകൊണ്ട് ഫസ്റ്റ് സ്ട്രൈക്കിൽ തന്നെ അവനെ നമുക്ക് കയറ്റാനുള്ള പരിപാടിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ തായ് ജംഫ്രോഗാണ് കാശ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ തായ് ജംഫ്രോഗുകൾക്ക് പുഴകളിൽ നല്ല റിസൾട്ടാണ്. നമ്മളിതിന് പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ എറിഞ്ഞിട്ട് റിട്രീവ് ചെയ്യുമ്പോൾ ഇതിന് നല്ലൊരു ആക്ഷൻ ഉണ്ട്. തനിയെ ആക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കൈക്കും വലിയ സീനില്ല. ഡ്രൈവർ കാസ്റ്റ് ചെയ്ത് റിട്രീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൈ കൊണ്ട് ആക്ഷൻ കൊടുക്കണം. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കൈയൊക്കെ വേദനിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ വീണ്ടും അവിടെ തന്നെ ഫ്രോഗ് എറിഞ്ഞ് അവന് ശരിക്കും പ്രലോഭനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അധിക സമയമൊന്നും അവന് വെള്ളത്തിൻ്റെ മുകളിലൂടെയുള്ള ഈ ഫ്രോഗിൻ്റെ ചാട്ടം വെറുതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അവൻ എന്തായാലും നമ്മുടെ ഫ്രോഗിനെ സ്ട്രൈക്ക് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞ് കാണുന്നുണ്ട്. നമ്മൾ വീണ്ടും അവിടെ തന്നെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ചെറുമീനുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരെണ്ണത്തിനെ പിടിച്ച് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് അവിടെ കാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരെണ്ണം അവിടെ കയറാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഇവിടുന്ന് പണ്ട് ചെറുമീൻ കിട്ടിയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ കണ്ടീഷനും ടെമ്പറേച്ചറൊക്കെ ഇതിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. വെള്ളം ചില ടെമ്പറേച്ചറിലും കണ്ടീഷനുകളിലും മീൻ അങ്ങനെ അടിക്കത്തില്ല. പക്ഷെ ചില സമയത്ത് നമുക്ക് നല്ല സ്ട്രൈക്ക് കിട്ടും. നമ്മൾ വീണ്ടും അവിടെ തന്നെ എറിഞ്ഞ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.